ഒളിമ്പിക്സ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന് ഇത് ലോകതലത്തിലൊരു അപമാനം. എന്താല്ലേ? ഫുട്ബോൾ ഇതിഹാസമായ ലയണൽ മെസ്സി ഇന്ത്യയിൽ ടൂർ കൊൽക്കത്തയിൽ തുടങ്ങി. എന്നാൽ ഫസ്റ്റ് ഈവന്റ് തന്നെ പൂർണ്ണ പരാജയമായി മാറി. എന്താ അവിടെ നടന്നതെന്ന് വെറും 5 പോയിന്റിലൂടെ മനസ്സിലാക്കും. പോയിന്റ് നമ്പർ 1. ഈ പരിപാടി എന്തിനായിരുന്നു? കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മെസ്സിക്ക് വലിയൊരു സർക്കാർ ചടങ്ങ് സംഘടിപ്പിച്ചു. ഈവന്റ് ആദ്യം തന്നെ ഫാൻസിന് വേണ്ടി ആയിരിക്കേണ്ടതാണ്. 1000-ലധികം ഫാൻസാണ് അവിടെ വന്നത്. മെസ്സിയെ കുറച്ചു നേരം ഒന്ന് കാണാൻ വേണ്ടി. ചിലർ 25,000 രൂപ നൽകിയിരുന്നു. പോയിന്റ് 2. ഫാൻസുകാർ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു? കണ്ടുനിന്നവർ പറയുന്നത് മെസ്സി സ്റ്റേഡിയത്തിൽ കയറുമ്പോൾ പൊളിറ്റീഷ്യൻ, GMC മിനിസ്റ്റേഴ്സ്, പാർട്ടി ലീഡേഴ്സ്, ദർ ഫാമിലി, കോർപ്പറേറ്റീവ്സ് ആൻഡ് അതർ VVIPs എല്ലാം ഈച്ച പൊതിയുന്നതുപോലെയാണ് മെസ്സിയെ പൊതിഞ്ഞത്. ഇവിടെ VVIPമാർ മെസ്സിക്കൊപ്പം സെൽഫിക്ക് തിരക്കായപ്പോൾ അവിടെ ഫാൻസ് കൊടുത്ത പണവും കൊടുത്ത സമയം എല്ലാം വെറുതെ പോയി. പോയിന്റ് 3. മേക്കിംഗ് പോയിന്റ്. VVIPയുടെ സെൽഫി എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മെസ്സിയെ സെക്യൂരിറ്റി അപ്രതീക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുപോയി. ദാറ്റ്സ് ദ വെൻ ദ ആങ്കർ എക്സ്പ്ലോഡ്. ആയിരക്കണക്കിന് ഫാൻസ് പിച്ചിലേക്ക് ഇറങ്ങി. ചിലർ കസേരകളും വെള്ളക്കുപ്പികളും എറിഞ്ഞു. മറ്റു ചിലർ ബാനറുകളും ടെന്റുകളും കീറി. അരിക്കേടുകൾ തകർത്തു. സ്റ്റേഡിയം മുഴുവൻ ഒറ്റ വാക്കുകൾ പറഞ്ഞു: വി വോണ്ട് മെസ്സി. പോയിന്റ് 4. ഹൂ ഈസ് അക്കൗണ്ടബിൾ? ഓർഗനൈസേഴ്സും പ്രൈവറ്റ് സ്പോർട്സ് പ്രൊമോട്ടേഴ്സും എല്ലാം ഫാൻസിനെ കുറ്റപ്പെടും. അതെ, ഫാൻസ് ചെയ്തത് തെറ്റായിരുന്നു. പക്ഷേ ഉത്തരവാദിത്തം അവിടൊന്നും അവസാനിക്കുന്നില്ല. ക്രൗഡ് മാനേജ്മെന്റ് പരാജയപ്പെട്ടു, പോലീസ് കൺട്രോൾ പരാജയപ്പെട്ടു, അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിംഗ് പരാജയപ്പെട്ടു. ഇവയെല്ലാം സംസ്ഥാന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. TMC സർക്കാർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നൽകുന്ന ഭരണകൂടത്തിന് സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ക്രൗഡ് കൺട്രോളും സുരക്ഷാ സംവിധാനവും പൂർണ്ണമായി തകർന്നത് വ്യക്തമായി കാണിക്കും. ഫൈനൽ പോയിന്റ്. അവർ ഓൾ ആസ് എ സിറ്റിസൺ. സംസ്ഥാനത്തെ അധികാരികൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്. അതിലൊരു സംശയമില്ല. അതോടൊപ്പം നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഒരു രാജ്യമായി വലിയൊരു പൊതുപരിപാടികളിൽ സംസ്കാരമുള്ള ഒരു ജനക്കൂട്ടമായി പെരുമാറാൻ നമ്മൾ ഇന്ന് പഠിച്ചിട്ടില്ലേ? ഇന്ത്യൻ ഒളിമ്പിക്സ് നടത്താൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആദ്യം ആരാധകരെയും പൊതുപരിപാടികളെയും ഉത്തരവാദിത്തത്തെയും ആദരിക്കാൻ നമ്മൾ പഠിക്കണം. ഇതൊരു പരാജയപ്പെട്ട പരിപാടി മാത്രമായിരുന്നില്ല, ഇതൊരു മുന്നറിയിപ്പ് കൂടെ ആയിരുന്നു.